ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണേ. ഹോസ്റ്റലിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി. പിന്നെ ഒരു 6:45 ആയപ്പോൾ ബസ് വന്നു. പിന്നെ ബസ് ടിക്കറ്റ് കൊടുത്ത് ബാക്കി പൈസയും വാങ്ങി മിണ്ടാണ്ടിരുന്നു. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ആലുവയിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. ട്രെയിന് വരാൻ ഇനിയും സമയമുണ്ട്. 7:50 ട്രെയിന്. അപ്പം ഞാൻ സമയം പോകാൻ വേണ്ടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചുറ്റിക്കറങ്ങി. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പോണ ട്രെയിന് വരണത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. ട്രെയിന് വരാനാണെങ്കിൽ ഇനിയും സമയമുണ്ട്. അപ്പം ഞാനൊരു ചായയും ഒരു ഉഴുന്നുവടയും കൂടി കഴിച്ചു. ഞാൻ പോവാനുള്ള ട്രെയിന് വരാറായി ഗായ്സ്. സീറ്റ് കിട്ടിയത് സമാധാനം എന്ന് പറഞ്ഞ് പാട്ടും കേട്ടോണ്ടിരുന്നു. പിന്നെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. 10:15 ആയപ്പോഴേക്കും ട്രെയിന് പാലക്കാട് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. പിന്നെ കോഴിക്കോടൻ KSRTC നിന്ന് മണ്ണാർക്കാട്ടേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. 3/4 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും മണ്ണാർക്കാട് സ്റ്റാൻഡിലെത്തി. ബസ് ഇറങ്ങിയ ഉടനെ അട്ടപ്പാടിയിലേക്ക് ഒരു ബസ് കയറി. പിന്നെ ഒരു കടലയും വാങ്ങി. എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എന്താ അത്ര പ്രത്യേകത എന്ന്. ഇവിടത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാടും മലയും മഞ്ഞൊക്കെയാണ്. പിന്നെയാണെങ്കിൽ എല്ലാ വർഷവും ഇവിടെ മഴ പെയ്യുമ്പോൾ മരങ്ങളും വീഴും. പിന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുക്കാൻ കുറച്ച് ദിവസമൊക്കെ എടുക്കും. വേനൽക്കാലത്തെ വ്യൂവിനെക്കാട്ടിലും മഴക്കാലത്തെ വ്യൂ കാണാനാണ് നല്ലത്. ശരിക്കും മഴക്കാലത്താണ് ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലും വരുന്നത്. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൂളിക്കടവെത്തി. സാധാരണ ഞങ്ങൾ പുറത്തേക്കൊക്കെ വരുമ്പോൾ ഈ കടയിലാണ് കൂടുതലും കയറാറ്. പിന്നെ ഇവിടുന്ന് ഞാനൊരു ചായയും ചിക്കൻ റോളും കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് ചെറിയൊരു പൊതിയും വാങ്ങി. ബസ്സിന് നോക്കി നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ജീപ്പിൽ കയറി. ജെല്ലിപ്പാറ എത്തിയപ്പോഴും ഭയങ്കര മഴയായിരുന്നു. കുറേ നാളായി ഇവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് നടന്നു പോവാമെന്ന്, മഴയൊക്കെ നനഞ്ഞ്. മഴയ്ക്കാണെങ്കിൽ ഒരു തോർച്ചയില്ല, നിൽക്കാണ്ട് പെയ്യായിരുന്നു. 3:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും നനഞ്ഞു കുളിച്ചു. അപ്പോൾ ബൈ ബൈ ഗായ്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.